ഹലോ, ഇതെൻ്റെ ഒരു നോർമൽ ഈവനിങ് ആണ് കേട്ടോ. ആദ്യമായിട്ട് ഇതാ ഈ ഒരു പെയിൻറ്റിങ്സ് എടുത്ത് ചെറുതായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്പർ ആർട്ട് ട്രെൻഡിങ്ങിലായ സമയത്ത് വാങ്ങിച്ചു വെച്ചതാണ് ഈ ഒരു പെയിൻറ്റിങ്സ്. അന്ന് മുതൽ ഇതാ ചെറുതായിട്ട് പെയിൻറ്റ് ചെയ്യായിരുന്നു. ഇത് ആക്ച്വലി നല്ല റിലാക്സിങ് ആണ്. ഒരുപാട് ഇൻസ്റ്റഗ്രാം പേജസിലൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിനേക്കാളൊക്കെ അഫോർഡബിൾ ആയിട്ട് എനിക്ക് ആമസോണിൽ നിന്ന് അറൗണ്ട് ഒരു 500 റുപ്പീസിന് ഇത് കിട്ടിയിട്ടുണ്ട്. അഫോർഡബിൾ ആണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. കുറച്ച് പെയിൻറ്റിങ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിത് ഈ ഒരു ബുക്ക് വായിച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. മഴക്കാലമായതുകൊണ്ട് തന്നെ മുറ്റത്തും പറമ്പിലൊക്കെ നന്നായിട്ട് പുല്ല് പൊടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഒറ്റയ്ക്കല്ല, ഞാനും അമ്മയും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. ഇവിടെ ഇഷ്ടം പോലെ പഴുത്ത ചക്ക ഇരിപ്പുണ്ടാവും. അപ്പോൾ അതിനെ കൊണ്ട് ചക്ക വരട്ടിയും ചക്ക പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനിതാ പെയിൻറ്റിങ്സ് ഒക്കെ എടുത്ത് പിന്നെ ഇതാ ഓരോന്നൊക്കെ ഉണ്ടാക്കിയൊക്കെ നോക്കി. ഇതിപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ചെറുതായിട്ട് ജേർണലിങ് പോലെയൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതാണ്. എൻ്റെ കയ്യിൽ ജേർണലിങ് ചെയ്യാനുള്ള സപ്ലൈസ് ഒന്നും തന്നെ ഇല്ല. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള സാധനം വെച്ചിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ വെറുതെ ഉണ്ടാക്കി വെച്ചു എന്നേ ഉള്ളൂ. അങ്ങനെ സമയം പോയി, സൺസെറ്റൊക്കെ കഴിഞ്ഞു, വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോഫി കുടിക്കാൻ തോന്നി. സാധാരണ ഞാനങ്ങനെ കോഫിയും ചായയൊന്നും കുടിക്കാറില്ല. വല്ലപ്പോഴുമാണ് ഒരു കോഫിയൊക്കെ കുടിക്കണം തോന്നുക. അപ്പോൾ ഇന്ന് ഞാനൊരു കോൾഡ് കോഫി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് മുൻപ് വരെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ലൈഫ് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ത് നന്നായിനെന്ന്. ഇപ്പം എനിക്കത് ചെയ്യാൻ പറ്റുന്നു എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ഓക്കെ, ബായ്.